രശ്മി എണ്ണം എടുക്കുമ്പോൾ ഞാൻ രാഘവേന്ദ്രകാരം രശ്മി എണ്ണം എടുക്കുമ്പോൾ ഏതാണ്ട് 30-ലധികം ഇടങ്ങളിൽ സ്ത്രീ, വനിത, പെൺകുട്ടി, കൗമാരക്കാരി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഈ ബജറ്റ് അങ്ങനെ ഒരു സ്ത്രീപക്ഷം ചേർന്ന് നിൽക്കുന്ന ബജറ്റാണ് എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നില്ല എന്ന് ആലോചിച്ചാൽ കഴിഞ്ഞ 2 ബജറ്റുകൾ, ഒരുപാടൊന്നും പോകണ്ട, കഴിഞ്ഞ 2 ബജറ്റുകൾ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അതിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ അതേപടി പകർത്തി വച്ചിരിക്കുന്ന, ചിലപ്പോൾ ഒരു 1/2 കോടിയോ ഒക്കെ 1/4 കോടിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നതല്ലാതെ പ്രധാന പദ്ധതികൾ അതേപടി, അല്ലെങ്കിൽ സ്ത്രീകളെ ഉദ്ദേശിച്ചുള്ള പദ്ധതികൾ അതേപടി, അതിൽ മാറ്റി വച്ചിരിക്കുന്ന തുക പോലും അതേപടി ഇങ്ങോട്ട് പകർത്തി വച്ചിരിക്കുന്നത് പോലെയാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ ഒരു ടിവിയിലെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ നമ്മൾ എടുത്തു നോക്കിയാൽ പോലും സ്ത്രീ എന്നൊരു പദം നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുടുംബശ്രീയെ കുറിച്ച് പറയുന്നു. കുടുംബശ്രീ എവിടെയോ നമ്മൾ മെൻഷൻ ചെയ്ത് കണ്ടു. പക്ഷെ കുടുംബശ്രീയേക്കാൾ ഉപരിയായിട്ട് നാം നേരിടുന്ന ഒരു പ്രശ്നം, കേരളം എപ്പോഴും മുന്നിലാണ് എന്ന് ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നമ്മുടെ സൂചനകളെല്ലാം ഹയർ എഡ്യൂക്കേറ്റേഴ്സ് നമുക്കുണ്ടെന്ന് പറയുന്നു. എങ്കിൽ പോലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ത്രീകളുടെ വിദ്യാഭ്യാസ നേരിയ സ്ത്രീകളുടെ ഇടയിൽ വന്നിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, അതായത് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടികളെ എടുത്തു നോക്കിയാൽ നമ്മുടെ കേരളത്തില് ഏകദേശം 38% ഇപ്പോഴും അൺഎംപ്ലോയ്ഡ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അതിലെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ എണ്ണം നോക്കിയാൽ ശതമാനം നോക്കുകയാണെങ്കിലും അത് ഏകദേശം 37%. അത് രാജ്യാന്തര തലത്തിൽ വളരെ കുറവാണ് എന്നത് ശ്രദ്ധേയമാണ്. 19% വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ഒരു പാരലൽ ആയിട്ടുള്ള എന്താണ് നാം. രശ്മി, ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഒരു പക്ഷെ കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. ഓക്കെ. അതായത് നമ്മള് പെൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പറയുമ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഡിഗ്രി വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ അതിൽ 38% ഇപ്പോഴും അൺഎംപ്ലോയിഡ് ആണ്. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ 37% അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നമുക്കുണ്ട്, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എമംഗ് വിമൻ. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത്? നമുക്ക് ഒരിക്കലും അവരെ കുടുംബശ്രീയിൽ നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രത്തോളം ശതമാനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടികളെ നമ്മൾ എവിടെയാണ് ജോലി കൊടുക്കാൻ നമ്മൾക്ക് പറ്റുന്നത്? ആ പ്രഖ്യാപനങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. നമ്മൾ അതിൽ കാര്യമായിട്ടുള്ള പോളിസി ഫ്രെയിംവർക്ക് വേണം. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ പറയുന്നതിന്റെ ഒരു ഇൻഡയറക്റ്റ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓട്ടോമേഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ വരുമ്പോൾ ഒരു സ്കിൽ ഗ്യാപ്പ് വളരെ മുന്നേ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകളുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മുടെ സൂപ്പർ സീനിയർ ആയിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ കേട്ട് കേൾവേ ചിലപ്പോൾ കാണുള്ളൂ. അത്രമാത്രം പെൺകുട്ടികൾ ഇല്ലാതെ പോകുന്ന മേഖലകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇനി നടത്താനായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെ സ്ത്രീയെ പ്ലേസ് ചെയ്യും? അപ്പൊ ഓട്ടോമേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വിമൻ ആണ് അവിടെ വരാൻ പോകുന്നത്. അതിനെ നമ്മൾക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് പ്രത്യേകമായിട്ടുള്ള പോളിസി ചേഞ്ചസ് ഒന്നും അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ്